ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 6 ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 22 അധ്യായം. ഈ അധ്യായത്തിൽ ദാവീദ് യെരുശലേം ദേവാലയത്തിന് ആവശ്യമായ സാമഗ്രികളൊക്കെയും ഒരുക്കു കൂട്ടുന്നതും അതിനുവേണ്ടി എല്ലാം ശേഖരിക്കുന്നതും അതിനെ സംബന്ധിച്ച് തൻ്റെ മകനായ ശലോമോന് നിർദ്ദേശം കൊടുക്കുകയും ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നതും ജനത്തോട് സംസാരിക്കുന്നതും ആണ്. എന്നാൽ ഇന്നലെ നമ്മൾ വായിക്കുന്നത് യബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദിന് മനസ്സിലായപ്പോൾ ദാവീദ് അവിടെ വെച്ച് ഒരു യാഗം കഴിക്കുകയാണ്. മോശ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഈ യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ദാവീദ് പറയുന്നത് ഇത് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ അവിടെ ഉറപ്പില്ല. ഞാൻ പറയുന്നത് ആ ഒരു സംഗതി അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. അന്ന് അവിടുന്ന് ഇത് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു ദേവാലയം പണി, ഇത് ദൈവത്തിൻ്റെ ആലയം തന്നെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇന്ന് നമ്മൾ വായിക്കുന്ന 22 അധ്യായത്തിൽ അതാണ് തുടക്കം. ഇത് യഹോവയായ ദൈവത്തിൻ്റെ ആലയം. ഈ ഓർന്നാൻ്റെ കളത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടി എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നുള്ളത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കരുതിയിട്ട് ഇവിടെ ആണ് ആലയം പണിയേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ്. അപ്പം ഇനി ഗിബെയോനിലിരിക്കുന്ന പെട്ടകവും മറ്റ് യഹോവയുടെ ആലയത്തിലേക്ക് ആവശ്യമായ പാത്രങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആലയം പണിയാൻ വേണ്ടിയിട്ട് ചതുരക്കല്ല് ചെത്തേണ്ടതിന് കൽപ്പണിക്കാരെ നിയമിച്ചു. ഇതെല്ലാം അന്യജാതിക്കാരെയും കൂടെ കൂട്ടിയാണ് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്യജാതിക്കാരെ കൂട്ടി വരുത്തി അവർക്ക് അനവധിയായ സംഗതികളൊക്കെയും കൊടുക്കുകയാണ്. ദാവീദ് പടിവാതിൽ കതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാത്ത വളരെ താമ്രവും അനവധി ദേവദാരവും ഒരുക്കി വെച്ചു. സീദോന്യരും സോര്യരും ഒക്കെ ഇക്കാര്യത്തിൽ ദാവീദിനെ സഹായിച്ചു. സോർ രാജാവ് സഹായിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, വായിച്ചിട്ടുമുണ്ട്. സോറിലെ രാജാവുമായിട്ടുള്ള ബന്ധം അതിന് മുമ്പത്തെ അധ്യായത്തിൽ അത് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്തായുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് മകനായ ശലോമോനെ വിളിച്ചിട്ട് മകനോട് പറയുകയാണ്, മകനെ, ഞാൻ തന്നെ ഒരു ആലയം ദൈവത്തിന് വേണ്ടി പണിയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, താല്പര്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ ദൈവം എന്നോട് അരുളി ചെയ്തത്, നീ വളരെ രക്തം ചിന്തി വളരെ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണ്ട, മറിച്ച് നിനക്കൊരു മകൻ ജനിക്കും. അവൻ വിശ്രമ പുരുഷനായിരിക്കും. അവൻ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും ഞാൻ. ആ സമയത്ത് അവൻ്റെ പേര് ശലോമോൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എൻ്റെ ആലയത്തിന് പണി പൂർത്തിയാക്കും. അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണി. അവന് ഞാൻ അപ്പനായും അവൻ എനിക്ക് മകനായും ഇരിക്കും. ഇസ്രായേലിൽ അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. ഇതൊക്കെ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മകനെ, നീ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ഒക്കെ തന്ന് നിന്നെ നിയമിക്കുമാറാകട്ടെ, നിനക്ക് നീ ശ്രേഷ്ഠനാകട്ടെ. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇതാ ഞാൻ എൻ്റെ ആ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്ന്, 10,00,000 താലന്ത് വെള്ളി, പെരുപ്പം കൊണ്ട് തൂക്കം പോലും ഇല്ലാത്ത താമ്രം, പിന്നെ ഇരുമ്പും ഒക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഇനിയും ആവശ്യമുള്ളതൊക്കെ അതിനോട് ചേർത്തോളാം. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും വിവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിച്ചു കൊള്ളാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ജനത്തിനോട് പറയുന്നത്, ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പിൻ. എഴുന്നേൽപ്പിൻ, യഹോവയുടെ നിയമപ്പെട്ടവും
ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിയാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവേൻ. അപ്പം ആലയം പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളും അതിൻ്റെ കല്ലും ഒക്കെ പൂർണ്ണമായും എല്ലാം തികച്ചു ചെയ്തു എന്നല്ല, പക്ഷെ നല്ലൊരളവിൽ ഇതെല്ലാം ശലോമോൻ ചെയ്തു വെച്ചിട്ട് ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പ് ഇതൊക്കെയും ചെയ്യുന്നുണ്ട്. പിന്നെ പണി ചെയ്തു വരുമ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ വരും, കുറവുകളൊക്കെ വരും. അതൊക്കെ പരിഹരിച്ചു കൊള്ളണം, നീ അതൊക്കെ ശേഖരിച്ചു കൊള്ളണമെന്ന് ശലോമോൻ ഉപദേശവും കൊടുക്കുന്നുണ്ട്. ദാവീദിൻ്റെ ശുഷ്കാന്തിയാണ്. ദാവീദ് ആലയം പണിഞ്ഞേനെ, പക്ഷെ ദൈവം അത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ദാവീദ് ആലയം പണി ചെയ്ത് പൂർത്തിയാക്കുന്ന കാര്യത്തിലേക്ക് പോകാത്തത്. അപ്പം നമ്മളിവിടെ ദൈവത്തിൻ്റെ ആലയം, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നമ്മുടെ ശരീരമാണ്. അന്ന് യെരുശലേം എന്ന ദേവാലയം അവിടെ ഒരു നിന്നത് അത് ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ഒരു സംഗതി നിഴലായിരുന്നു വരാനിരിക്കുന്ന ദൈവമക്കളാകുന്ന ആലയങ്ങളുടെ അല്ലെങ്കിൽ ആലയത്തിൻ്റെ ഒരു നിഴലായിരുന്നു. അപ്പോൾ അതുപോലെ ശ്രേഷ്ഠമായ ഒരു ജീവിതം അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ ഒരു ആലയം ആണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആലയം എത്രമാത്രം ഒരുക്കത്തോടെ അതിനെ പണിഞ്ഞു, എത്രത്തോളം പ്രതാപത്തോടെ അത് നിന്നു, എത്രത്തോളം വിശുദ്ധിയോടെ അതിനെ ദൈവം കാത്തു, മനുഷ്യർ കാത്തു. എന്നാൽ ഒരു കാലത്ത് അതിനെ ഒട്ടും ആദരിക്കാതെ ദൈവം അതിനെ തകർക്കുമാറാക്കി. ഇത് നമ്മുടെ ശരീരമാകുന്ന ആലയമായിട്ട് ചേർത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ്. ആ ലോകത്തിന് മുഴുവൻ, ലോകത്തിലെ സകല ജനങ്ങൾക്കും സകല രാജ്യങ്ങൾക്കും ഒരു മകുടമായിരുന്ന അല്ലെങ്കിൽ പ്രതാപത്തോടെ ഇരുന്ന ഒരു സിമ്പലായിരുന്ന ആ ആലയത്തെ, ദൈവത്തിൻ്റെ ആലയമാണ്, ആ ആലയത്തെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ നമ്മളുണ്ടാകുന്ന ശരീരം, നമ്മളാകുന്ന ആലയത്തെയും നമ്മൾ അതിൻ്റേതായ വിശുദ്ധിയിൽ നമ്മളതിനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളതിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഒരു പ്രയാസവും ഇല്ല എന്ന് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം. ഇവിടെയും കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലെ പോലെ മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവചനം, വിലാപം തന്നെയാണ് ഇവിടെയും നമ്മൾ വായിക്കുന്നത്. ഇത് 12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ആ തീയതിയാണ് ഈ അരുളപ്പാട് യെഹെസ്കേൽ പ്രവാചകൻ ലഭിക്കുന്നത്. നീ മിസ്രയീം രാജാവായ ഫറവോനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: ജാതികളിൽ ബാലസിംഹമായുള്ളവ, നീ നശിച്ചിരിക്കുന്നു. നീ കടലിലെ നക്രം പോലെ ആയിരുന്നു. നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിന്റെ മേൽ എൻ്റെ വലയെ വീശിക്കും. അവർ എൻ്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും. നിന്നെ നക്രം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് വലിച്ചിടും. നിന്നെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞു കളയും. ആകാശത്തിലെ പറവയൊക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവ്വഭൂമിയെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും. അപ്പോൾ അതിൻ്റെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. താഴോട്ട് ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ നിന്നെ കറുപ്പിടിപ്പിക്കും. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും. ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പിടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും. അപ്പം പ്രകാശമുള്ള കാര്യങ്ങൾ, സൂര്യനെ കറുപ്പിടിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ആശയം, മറിച്ച് അവർക്ക് നന്മയായുള്ളതെല്ലാം, അല്ലെങ്കിൽ അവരുടെ കിരീടമായുള്ളതെല്ലാം, അവരുടെ പ്രതാപമായിട്ടുള്ളതെല്ലാം, അതായത് വെളിച്ചമായിട്ടുള്ളതെല്ലാം, വെളിച്ചം എന്നുള്ളത് ഞാൻ ഈ അവരുടെ നന്മ മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഒറ്റ വാക്കുകൊണ്ട് അതിനെ പറയുന്നതാണ്. അത് അങ്ങനെയുള്ള എല്ലാത്തിനെയും കറുപ്പിടിപ്പിക്കുമെന്നാണ്. അപ്പോൾ അവർക്ക് നന്മയുടെ ഒരു കണിക പോലും ഇല്ലാതെ വണ്ണം, അവരുടെ പ്രതാപത്തിൻ്റെ കണിക പോലും ഇല്ലാതെ വണ്ണം, അവരുടെ സൈന്യബലത്തിൻ്റെ കണിക പോലും ഇല്ലാതെ വണ്ണം, രാജ്യത്വത്തിൻ്റെ ശോഭയില്ലാതെ വണ്ണം, അവരുടെ
പല വിദ്യകളുണ്ട് അവർക്ക്. വിദ്യകൾ എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിലെ പിന്നെ ഗ്രഹങ്ങളെയൊക്കെ വെച്ചുള്ള കണക്കുകൾ, കാര്യങ്ങൾ, ഒരുപാട് വിദ്യ ഇൻ ദ സെൻസ് എഡ്യൂക്കേഷൻ, ആ കാര്യങ്ങളിലൊക്കെ അവർ വളരെ ഉയർന്നതായിരുന്നു. അതൊക്കെ അന്വേഷിച്ചുമൊക്കെ ലോകത്തുനിന്ന് പല ആൾക്കാരും അവിടെ വരുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അത്രയും ഒരു ഉന്നത നിലവാരത്തിലിരുന്ന ഒരു രാജ്യമാണ് മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് ഒരു കാലത്ത് ഈ ലോകത്തിൻ്റെ നടുവിൽ. അതിനെയാണ് ഇവിടെ ദൈവം പറയുന്നത്, നിന്നെ ഞാൻ തകർത്ത് കളയും, അല്ലെങ്കിൽ നിന്നെ ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കാണുന്നുണ്ട്, അശൂറിൻ്റെ നേരെ, സീദോന്യ അല്ലെങ്കിൽ സോറിന് നേരെ, ഇസ്രായേലിന് നേരെ, യഹൂദയ്ക്ക് നേരെ ഒക്കെയും വരുന്ന ബാബേൽ രാജാവ് നെബൂഖദ്നേസർ, അന്ന് നെബൂഖദ്നേസർ തന്നെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ബാബേൽ രാജാവിൻ്റെ വാൾ നിന്റെ നേരെ വരും, മിസ്രൈമിൻ്റെ പ്രതാപത്തെ ശൂന്യമാക്കും. മിസ്രൈം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെ ഇല്ലാതാകുമ്പോഴും, ഞാൻ അതിൽ നിവാസികളെയൊക്കെ നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവ എന്ന് അവർ അറിയും. എന്നിട്ട് അടുത്ത് 12-ാം ആണ്ട് ആ മാസം 15-ാം തീയതി, 12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതിയാണല്ലോ ആദ്യത്തേത് പറഞ്ഞു. ഇപ്പോൾ 12 അതേ മാസം തന്നെ, അതേ വർഷം തന്നെ, അതേ മാസം തന്നെ 15-ാം തീയതി, 1-ാം തീയതി മാറിയിട്ട് 15-ാം തീയതി വീണ്ടും അരുളപ്പാട് ലഭിക്കുന്നത് അതേ മിസ്രൈമിനെ കുറിച്ച് തന്നെയാണ്. ഈ മിസ്രൈമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെ സ്തുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടി ഭൂമിയുടെ അതേ ഭാഗത്ത് തള്ളിയിടുക എന്ന് പറയുകയാണ്. അവിടെ അശൂര്യർ, നേരത്തെ നീ വീഴുന്നതിന് മുമ്പ് തന്നെ അവിടെ അശൂര്യർ വീണ് കിടപ്പുണ്ട്. ആ അശൂര്യർ എന്താ ചെയ്തത്? അവർ ജീവനുള്ള പ്രദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ രഹിതന്മാരായി വീണിരിക്കുന്നു. പിന്നെ ഏലാമിനെ കുറിച്ച് പറയും. ഏലാമും അതുപോലെ ആയിരുന്നു. ഇറാൻ, ഇന്നത്തെ ഇറാൻ, ഏലാമിനെ കുറിച്ചും പറയുന്നുണ്ട്. അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണ് അഗ്രചർമ്മികളായി ഭൂമിയുടെ അതേ ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ജീവനുള്ള പ്രദേശത്ത് അവർ ഭീതി പരത്തി, അവരും. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നത് അവരെക്കുറിച്ച് തന്നെയാണ്. അവരെക്കുറിച്ച് തന്നെ വീണ്ടും പറയുന്നത് അവർ ജീവനുള്ള പ്രദേശത്ത് ഭീതി പരത്തി എന്നാണ്. പിന്നെ മേശക്ക്, തൂബൽ എന്നീ ജാതികളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ കുഴികൾ അതിൻ്റെ ചുറ്റും ഇരിക്കുന്നു. അവരും ജീവനുള്ള പ്രദേശത്ത് ഭീതി പരത്തിയവരാണ്. അവരൊക്കെയും അഗ്രചർമ്മികളാൽ വാളാൽ നിഹതന്മാരായിരുന്നു. അവർക്ക് ജീവനുള്ള പ്രദേശത്ത് വീരന്മാർക്ക് ഭീതിയായിരുന്നത് കൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിന്മേൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്കും കീഴെ വെച്ചും കൊണ്ട് അഗ്രചർമ്മികളിൽ പോയ വീരന്മാരായി പടക്കോപ്പ് കൂടെ പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ? നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും. അതെല്ലാം ഓരോ ദേശത്തെക്കുറിച്ച്, ഓരോ പ്രദേശത്തെക്കുറിച്ച്, ഓരോ രാജാക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ ഏദോമിനെ കുറിച്ച് പറയുന്നുണ്ട് 29-ാമത്തെ വാക്യത്തിൽ. അവിടെ ഏദോമും അതിൻ്റെ സകല രാജാക്കന്മാരും കിടപ്പുണ്ട്, നിഹതന്മാരായിട്ട് പട്ട് കിടപ്പുണ്ട്, ശിക്ഷയേറ്റ് കിടപ്പുണ്ട്. അവർ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും അവിടെ നിഹതന്മാരോട് ഇറങ്ങിപ്പോയ സീദോന്യരുമുണ്ട്. പക്ഷെ ഇവരൊക്കെ തങ്ങളുടെ വല്ലഭത്വത്തിൻ്റെ ഇതുകൊണ്ട് അവർ ഭീതി പരത്തിയവരാണ്. അവർ അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരോട് കൂടെ കിടക്കുന്നു. ഇപ്പോൾ ഫറവോൻ അല്ലെങ്കിൽ മിസ്രയീം ചെല്ലുമ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ട്. അവരെ ഫറവോൻ കണ്ട് തൻ്റെ സകല പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും. ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അവരെ കാണുകയൊന്നുമില്ല, എന്നാലും അങ്ങനെ കാണുന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ മാത്രമല്ല ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കും എന്നാണ്. ഫറവോനും സകല സൈന്യവും വാളാൽ നിഹതന്മാരായിരിക്കുന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാനല്ലോ അവൻ്റെ ഭീതി ജീവനുള്ള പ്രദേശത്ത് പരത്തിയത് എന്നാണ്. അപ്പോൾ ജീവനുള്ള പ്രദേശത്ത് അവന് ഭീതി പരത്തിയത് ഞാനാണെന്നാണ്. അതാരാണ്? ദൈവമാണ് ബാബേൽ രാജാവിനെ കൂട്ടി വരുത്തുന്നത്, ബാബേൽ രാജാവിനോട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബാബേൽ രാജാവ് ഒരു ഘട്ടത്തിൽ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ അറിയുന്നു എന്ന് പറയുന്നൊരു ഘട്ടം വരുന്നുണ്ട്. അത്തരം ഈ യഹോവൻ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ വന്ന സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, അവിടെ നടക്കുന്ന ശദ്രക് മേശക് അബേദ്നേഗോവിൻ്റെ കാര്യങ്ങൾ, ഇതിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇത് യഹോവ ദൈവമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് നെബൂഖദ്നേസർ എന്നുള്ളതാണ്. അപ്പോൾ നെബൂഖദ്നേസർ ദൈവത്തെ അറിഞ്ഞ ഒരു ജാതികളിൽ നിന്നുള്ള രാജാവാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞാനല്ലോ അവൻ്റെ ഭീതി ജീവനുള്ള ഒരു ദേശത്ത്. അപ്പം ഈ നെബൂഖദ്നേസറിനെ കുറിച്ചുള്ള ഭീതി പരത്തിയത് ഞാൻ തന്നെയാണെന്ന് ദൈവം പറയാണ്. അപ്പം അത്
ദൈവത്തിൻ്റെ ദാസനായി തന്നെയാണ് ദൈവം നെബൂഖദ്നേസറിനെ അവിടെ കൊണ്ടുവരുന്നത്. ഫറവോനും അവൻ്റെ പുരുഷാരമൊക്കെയും ആളാൽ നിഹതന്മാരായവരോടുകൂടി അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഇതിന് വേറെ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പൂർണ്ണമായും ഇത് മിസ്രയീം രാജാവിനെയും മിസ്രയീം എന്ന് പറഞ്ഞ ദേശത്തെയും കുറിച്ചുള്ള അവരുടെ കഷ്ടതയെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ്. ഇത് ഈ 3 അധ്യായങ്ങളിലായിട്ട് കിടന്ന ഈ ഒരു അറിയിപ്പ് ഈ ഒരു 32-ാം അധ്യായം കൊണ്ട് മിസ്രയീമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവസാനിക്കുകയും കൂടെയാണ്. 3-ാമത്തെ വായനാഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങൾ. അപ്പം ഇവിടെ പറയുന്നത് ഒരു മർമ്മം എനിക്ക് വെളിവായി വന്നു. ഞാൻ ജാതികൾക്ക് വേണ്ടി ദൈവത്താൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നതും നിങ്ങളുടെ അവിടെ സഭ സ്ഥാപിക്കുന്നതും നിങ്ങളോട് കൂടെ താമസിക്കുന്നതൊക്കെ ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇവിടെ ഒരു മർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മർമ്മം എന്ന് പറയുന്നത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരുമായി വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ള ഈ മർമ്മം ആദ്യകാലങ്ങളിൽ, അതായത് ഇപ്പോൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനിൽ വെളിപ്പെട്ടതുപോലെ പണ്ട് കാലങ്ങളിൽ ഇത് അറിയാൻ കഴിയുമായിരുന്നില്ല. അതായത് പഴയ നിയമകാലത്ത് അറിയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനല്ല സ്ഥിതി. ഇന്ന് ഇത് അറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്, കുറച്ച് പരസ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ള കാര്യം. അപ്പം അത് നമ്മൾ നോക്കുമ്പം അബ്രഹാമിനോട് ദൈവം പറയുന്ന, നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. അപ്പം നിനക്ക് നിൻ്റെ സന്തതിക്കുമെന്ന് പറഞ്ഞാൽ അബ്രഹാമിന് സന്തതിയായ യേശുക്രിസ്തുവിനും മാത്രമല്ലല്ലോ, അവിടെ വേറെയും ആൾക്കാരുണ്ടാവണം. ആ ആൾക്കാരെന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്രായേൽ ജനവും അതുപോലെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു വരും. പക്ഷേ അവിടെ യേശുക്രിസ്തു ഇല്ലാത്തവർക്ക് ഇതൊന്നും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർക്കിത് ബാധകമില്ല. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളെന്നാണ്. അപ്പം അത് ഇസ്രായേലിയരായാലും ജാതികളായാലും യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളാണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. എന്നിട്ട് താഴോട്ട് പറയുന്നു, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. അനാദി നിർണയപ്രകാരം ഇത് സഭ മുഖാന്തരം അറിവായി വന്നൊരു കാര്യമാണ്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനാവശ്യമാണ്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങൾ ലഭിച്ച വാല്യുബിളായിട്ടുള്ള ഈ ഒരു കാര്യത്തെ അതിൻ്റെ വില മനസ്സിലാക്കാതെ വഴിതെറ്റിപ്പോകുമ്പോൾ, അങ്ങനെ വഴിതെറ്റിപ്പോകാനല്ല, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകുവാൻ ഇടയാകേണ്ടതാണ്. അതിനായാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. 4-ാമത്തെ അധ്യായം പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പോൾ ഒറ്റ പ്രത്യാശയുള്ളൂ, വേറെ പ്രത്യാശയൊന്നുമില്ല. അതുപോലെ ശരീരമൊന്ന് ആത്മാവൊന്ന്, പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ നമ്മൾ വായിച്ചു പോകുന്നത്. ശരീരമൊന്ന് ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ. കർത്താവാരാണ്? യേശുക്രിസ്തുവാണ് കർത്താവ്. ദൈവത്തിന് മനുഷ്യന് മധ്യമുള്ള ഒരു മീഡിയേറ്റർ എന്ന തരത്തിൽ കർത്താവ് ഒരുവൻ യേശുക്രിസ്തു. വിശ്വാസം ഒന്ന്, പല വിശ്വാസങ്ങളില്ല, ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസമാണുള്ളത്. സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നതും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരു. അപ്പോൾ ദൈവം ഒരുവൻ, ദൈവത്തിന് മധ്യയുള്ള കർത്താവായ ഒരുവൻ. ഇതെല്ലാം ഒരുവൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുവൻ എന്ന് പറയുന്നതിനെ പലതാണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കാനുള്ളവരല്ല. വചനം എന്താണ് പറയുന്നത് നമ്മൾ കേട്ട് മനസ്സിലാക്കി അത് തന്നെ വിശ്വസിച്ച് പോകുന്നവർക്കാണ് ഈ പറയുന്ന വാഗ്ദത്തത്തിൻ്റെ അവകാശം ലഭിക്കുക. വചനത്തിലൊന്ന് പറയുകയും നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഈ അനുഗ്രഹം വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുകയും അതിനെ ഗൗരവത്തോട് കാണുകയും വേണം. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ചിലരുടെ അപ്പോസ്തലന്മാരായും ചിലരുടെ പ്രവാചകന്മാരെയും ചിലരുടെ ഉപദേഷ്ടാക്കന്മാരായും ചിലരുടെ ഇടയന്മാരായും ചിലരുടെ സുവിശേഷകന്മാരായും ദൈവം നിയമിച്ചിരിക്കുന്നു. അത് അവർ എഴുതിയിരിക്കുന്നത് പുരുഷത്വവും ദൈവപുത്രനെ കുറിച്ചുള്ള അല്ല, നാം എല്ലാവരും
വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഏത്? ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും ദൈവം നിയമിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. അങ്ങനെ ശിശുവായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. പക്ഷേ എന്നും ശിശുവായിരിക്കാൻ ഒക്കത്തില്ല. അത് വളർച്ച പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് അവിടെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ നിങ്ങൾ വളർച്ച മുരടിച്ചോ, വളർച്ച വരുന്ന ചില മരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നേരെ വരേണ്ട തെങ്ങ് എവിടെയെങ്കിലും എത്തുമ്പം വളഞ്ഞ് വേറെ വഴിക്കൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആകാതെ അത് യുക്തമായി വളർന്നു വരേണ്ടതാണെന്നാണ്. യുക്തമായി. തുടർന്ന് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ നിങ്ങളും ജാതികളായിരുന്നവരാണ്. അവിടെ നിന്നാണ് നിങ്ങൾ ഇന്ന് ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ മുമ്പ് നിങ്ങൾ ജാതികൾ ആയിരുന്നപ്പോൾ നടന്നതുപോലെ, അല്ലെങ്കിൽ ഇന്ന് ജാതികളായിരിക്കുന്നവർ നടക്കുന്നത് പോലെ ഇനി നിങ്ങളതിൽ നടക്കരുത്. അന്ന് അന്ധബുദ്ധികളായിരുന്നു, അജ്ഞാനം നിമിത്തമൊക്കെയും കൃതകാഠിന്യം നിമിത്തമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. നിങ്ങളെ വിളിച്ചവനെ ഓർത്ത് വിളിച്ചവനിൽ അവിടെ എഴുതിയിട്ടുള്ളത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവാനാണ്. അപ്പോൾ ആ പഴയ മനുഷ്യനിലേക്ക് പോവുകയോ പഴയ മനുഷ്യനിലേക്ക് പോവുകയോ മറ്റൊരു മനുഷ്യനായി തീരുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത്തരം ലേഖനങ്ങൾ എഴുതേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ അവരെ വീണ്ടും ഉറപ്പിക്കുന്നത് അവിടെയുള്ള വിശ്വാസികളെ ഇത് വായിച്ച് കേൾക്കുമ്പോൾ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുന്നു. അപ്പോൾ പുതുമനുഷ്യനെ ധരിച്ചാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ മനുഷ്യൻ പഴയ മനുഷ്യനിലേക്ക് പോകാനിടയാകരുത്. ആ മനുഷ്യൻ മറ്റൊരു മനുഷ്യനായി മാറാനും പാടില്ല. അപ്പം അത് എല്ലാം അറിവിനാൽ രൂപീകരിക്കപ്പെടുന്ന വിശ്വാസത്തിനും ആ അറിവിൻ്റെ ഇടപെടലും ആ അറിവിലേക്ക് വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമാണ്. അപ്പം അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ആ ബോധ്യം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ പറയുന്നത് നമ്മൾ തമ്മിൽ അവയവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സത്യം സംസാരിക്കണം. കോപം നിങ്ങൾ തമ്മിൽ ഉണ്ടായാൽ അത് പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെയും പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിച്ച ആഹാരം കഴിക്കണം. ആത്മീയവർദ്ധനയ്ക്കായിട്ട് നല്ല വാക്കല്ല ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. ഇവിടെ പിന്നൊരു കാര്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അവിടെ ക്ഷമിക്കാത്തൊരു പ്രശ്നം അവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ സഭയിൽ നിന്നൊക്കെ ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയായ പരിച്ഛേദനയിലൊക്കെ തിരിയാത്തവർ, ആ വിശ്വാസം നിൽക്കുന്നവർ ഇവർ തമ്മിലൊരു സംഘർഷമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരോട് ക്ഷമിക്കാതിരിക്കുകയും അവരെ തള്ളുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ കോപത്തോടെ പെരുമാറുകയോ വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പം ഈ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കപ്പെട്ട സഭയെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ദോഷമായ വാക്കുകൾ കേൾക്കേണ്ടി വരും, ദുഷ്പേരുണ്ടാകും. അപ്പോൾ അത് ക്രിസ്തുവിനും ദുഷ്പേരാകും, പൗലോസ് അപ്പോസ്തലന് ദുഷ്പേരാകും, ദൈവത്തിന് ദുഷ്പേരാകും, ദൈവസഭയ്ക്ക് ദുഷ്പേരാകും. ഇതൊക്കെ ഒഴിവാക്കുവാൻ നിങ്ങൾ അങ്ങനെ വന്നവരോട് അല്ലെങ്കിൽ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിച്ച് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞ് അവരെ യഥാസ്ഥാനപ്പെടുത്തി അവർക്ക് നിങ്ങൾക്ക് അവർക്കോടുള്ള സ്നേഹം കാരണം, സ്നേഹമുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ വിട്ടുപോകാൻ ആരും ആഗ്രഹിക്കുകയല്ലോ. അപ്പോൾ ആ സ്നേഹത്തിൽ നിങ്ങളവരെ നേടണം, സ്നേഹത്താൽ ഈ കാര്യങ്ങളിൽ വിജയമുണ്ടാകണമെന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും പിരിഞ്ഞു പോകലിൻ്റെയും രണ്ട് സഭയായി മാറുകയും ഒക്കെ ചെയ്യുന്നത് വഴി അത് ഈ സുവിശേഷത്തിന്, ഈ സത്യത്തിന്, ദൈവത്തിന്, ക്രിസ്തുവിന്, പൗലോസ് അപ്പോസ്തലന്, സഭയ്ക്ക് ഒക്കെയും ഉണ്ടാകുന്ന കേടുപാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചീത്തപ്പേരിനെക്കുറിച്ചൊക്കെയും ബോധ്യപ്പെടുത്തി സ്നേഹത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ഉപദേശത്തോടു കൂടിയാണ് ആ 4-ാം അധ്യായം അവസാനിക്കുന്നത്. ദൈവം നമുക്കൊരു ദിവസം കൂടി തന്നു. വചനങ്ങളിലൂടെ കടന്നു പോകാനിടയായി. ഒക്കെയും സന്തോഷത്തിനും സമാധാനത്തിനും
ആത്മീയ ധനവനും ഉതകി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തുടർന്ന് നാളെ വീണ്ടും കാണാം. അതുവരെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. നന്ദി.